അതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കർണാടക പോലീസാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എ കെ അഭിലാഷ്, ഇപ്പോൾ 3 ബോട്ടുകൾ നമുക്ക് അവിടെ കാണാം. സ്കൂബ ടീം അവർ താഴേക്ക് ഇറങ്ങുന്നത് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ? തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വട്ടം കൂടിയുള്ള ശാസ്ത്രീയ പരിശോധന അവിടെ നടന്നതായിട്ടാണ്. കാരണം ഇപ്പോൾ മണ്ണെടുക്കുന്ന സ്ഥലത്ത്, അതായത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇപ്പോൾ ചളി ഇളക്കിക്കളഞ്ഞ സ്ഥലത്ത് തന്നെയാണോ ഈ വാഹനമുള്ളത് എന്നുള്ള തരത്തിലൊരു പരിശോധനയാണ്. അതിൻ്റെ പൊസിഷനിങ് എങ്ങനെ കാണാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഈ ടീം ഇപ്പോൾ മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. 4 ടീമായിട്ടായിരുന്നു NDRFൻ്റെ ടീം ഇവിടേക്ക് എത്തിയത്. ഏതായാലും ഇവിടെ പരിശോധന നടത്തിയതിന് ശേഷം മേഖലയിൽ പരിശോധന ഈ എക്സ്കവേറ്ററിൻ്റെ താഴെ തന്നെ പരിശോധന നടത്തിയതിന് ശേഷം അവർ ഇപ്പോൾ മടങ്ങിപ്പോവുകയാണ്. കനത്ത മഴയാണ്, അതുകൊണ്ട് തന്നെ ഈ ഡീപ് ഡൈവേഴ്സിന് ഈ പുഴയിലേക്ക് എത്രത്തോളം ഇറങ്ങാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. അതുമാത്രമല്ല, രക്ഷാദൗത്യം തുടരാൻ കഴിയുമോ എന്നുള്ളതും സംശയകരമായ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഏതായാലും ഇപ്പോഴും മണ്ണ് നീക്കുന്ന പ്രവർത്തികൾ, എക്സ്കവേറ്റർ ഉപയോഗിച്ച് ചളി നീക്കുന്ന പ്രവർത്തികൾ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. ദീപക് വലയമ്മ നമുക്കൊപ്പം ചേരുന്നു. ദീപക്, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴ പെയ്യുന്നുണ്ട്. NDRFന്റെ സംഘം പുഴയിലുണ്ട്, നേവിയുടെ സംഘം പുഴയിലുണ്ട്. അവിടെ നിന്ന് അതിവേഗത്തിൽ മണ്ണ് മാറ്റുക, കാലാവസ്ഥ പ്രതികൂലമാകുന്നതിന് മുൻപ് തന്നെ. ഇപ്പോൾ സമയം 5 മണിയായിരിക്കുന്നു. മഴയും കൂടി വരുമ്പോൾ കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യത കൂടി മുൻനിർത്തി, കാരണം എക്സ്കവേറ്റർ അടക്കം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചെരിഞ്ഞു കിടക്കുന്ന മണ്ണിന് പുറത്ത് നിർത്തിക്കൊണ്ടാണ്. അവിടെ ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിന് കൂടുതൽ വേഗം വെച്ചോ, ട്രക്ക് കണ്ടെത്തിയെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ? അങ്ങനെ തന്നെയാണ്. പൂർണ്ണമായും സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ നടത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ 24 മണിക്കൂർ ആവശ്യമെങ്കിൽ ചർച്ച നടത്തുമെന്നുള്ള പ്രഖ്യാപനം കാർവാർ MLA തന്നെ നടത്തുന്നത് നമ്മൾ കണ്ടു. ഒപ്പം തന്നെ ആവശ്യമെങ്കിൽ ഒരു ബർത്ത് രൂപീകരിച്ചതിന് ശേഷം അവിടേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് കൂടുതൽ മേഖലയിലേക്ക് തിരച്ചിൽ നടത്താനുള്ള ശ്രമങ്ങൾ കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബൂം എക്സ്കവേറ്റർ എത്തിച്ച പശ്ചാത്തലത്തിൽ ആ മേഖലയിലേക്കൊക്കെ മണ്ണ് എളുപ്പത്തിൽ നീക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ട്രക്ക് എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ അത് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും പുറത്തേക്ക് എടുക്കുക എന്നുള്ള ലക്ഷ്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ഉള്ളത്. പക്ഷേ അപ്പോഴും കാലാവസ്ഥ വളരെ ദുഷ്കരമായി തുടരുന്നുണ്ട്. അവിടെ പ്രവർത്തിക്കുന്ന രക്ഷാദൗത്യത്തിൽ ഭാഗമായിട്ടുള്ള ജീവനക്കാർക്ക് മറ്റ് അപായങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ആ മേഖലയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ബാരിക്കേഡുകൾ കൃത്യമായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ബാരിക്കേഡുകൾ കൊണ്ടുവന്ന് ആ മലയടിവാരത്തെ കൃത്യമായി അടുക്കി വെച്ചത് നമുക്ക് കാണാമായിരുന്നു. ആ മേഖലയിൽ പോയ ഘട്ടത്തിൽ തന്നെ MLA ഉൾപ്പെടെ ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ അത് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ മഴ ശക്തിയായി പെയ്യുകയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഗംഗാവാലി നദി എന്ന് പറയുന്നത് എപ്പോഴും ദീപക് വലയമ്മ, ഗംഗാവാലി നദിയിലെ പരിശോധന, അതോടൊപ്പം തന്നെ കൂടുതൽ മണ്ണൊലിച്ചു വരുന്നതിന് മുൻപ് തന്നെ ഈ രക്ഷാദൗത്യം പൂർത്തിയാക്കണം. ട്രക്കിനായുള്ള തെരച്ചിലായിരുന്നു നമ്മൾ. ട്രക്ക് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ട്രക്ക് എവിടെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്നലത്തേതുപോലെ 6:30 സ്വിച്ചിട്ട പോലെ ഈ പരിശോധന അവസാനിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൂടെ? പ്രതീക്ഷിക്കാം. കാരണം ഈ കാലാവസ്ഥ എന്ത് തന്നെയായാലും ഇന്നത്തെ കാര്യത്തിൽ തിരച്ചിലിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായില്ല. അത് 24 മണിക്കൂർ തന്നെ എന്നുള്ളതാണ് MLA ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് രാവിലെ മുതൽ തന്നെ വലിയ ആത്മവിശ്വാസമാണ് ആ ടീമംഗങ്ങൾ ഒന്നടക്കം മുന്നോട്ട് വെച്ചത്. വൈകിട്ട് 5 മണിയാകുമ്പോഴേക്കും ശുഭകരമായ ചില വാർത്തകൾ പുറത്തേക്ക് വരുമെന്നുള്ള നിലപാട് അവർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ സോണാറിന്റെയും പ്രതാപിന്റെയും ഒക്കെ പരിശോധനാ ഫലങ്ങൾ കൂടി പുറത്തേക്ക് വരികയും ആ ചിത്രങ്ങൾ ഉൾപ്പെടെ വരികയും ആ ട്രക്ക് അവിടെ ഉണ്ട് എന്നുള്ള സംബന്ധിച്ചുള്ള സ്ഥിരീകരണമൊക്കെ പോലീസിന്റെ ഭാഗത്ത് അടക്കം പുറത്തേക്ക് വരികയും ചെയ്തു. ആ ഘട്ടത്തിൽ തന്നെയാണ് ദീപക്, കഴിഞ്ഞ ദിവസം ആ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, അർജുന്റെ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്റെ മകന്റെ ട്രക്ക് അതുണ്ടാകാൻ സാധ്യതയുള്ള ഇടത്തേക്കാണോ, അതിന് മുകളിലേക്കാണോ നിങ്ങൾ മണ്ണ് കോരിയിട്ടത്? ആ അമ്മ പറഞ്ഞത് അതേപടി സംഭവിക്കുകയാണല്ലോ ദീപക്. പക്ഷേ അതിലുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും തന്നെ ധരിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ ആ വാഹനം അങ്ങനെ ഒഴുകി പോകാനുള്ള ഒരു സാധ്യത തുച്ഛമാണെന്നും അത് ആ മണ്ണിടിച്ചിൽ ഉണ്ടായതിന്റെ തൊട്ടു താഴ്വാരത്ത് പാർക്ക് ചെയ്തിരുന്ന റോഡരികിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതുമായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. ആ നിലയിൽ തന്നെയാണ് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പരിശോധനകൾ നടന്നത്. നമ്മുടെ ഭാഗത്ത് പ്രത്യേകിച്ച് ഈ പറയുന്ന സന്നദ്ധ പ്രവർത്തകരെന്ന ആളുകൾ ഉൾപ്പെടെ അവിടെ എത്തുകയും
അവിടെ GPS ലൊക്കേഷൻ കണ്ടത് പ്രകാരം ആ മേഖല കേന്ദ്രീകരിച്ച് തന്നെ വേണം തെരച്ചിൽ എന്നുള്ളത് നിർബന്ധിച്ചു. ഓക്കെ ദീപക്, നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമുക്ക് അവിടെ ഇപ്പോൾ പുഴയിലെ തെരച്ചിൽ മഴ ഇടയ്ക്ക് പെയ്തും ഇടയ്ക്ക് മാറിയും നിൽക്കുകയാണ്. മഴ ഒന്ന് ശാന്തമാകുമ്പോഴേക്കും വീണ്ടും NDRF സംഘം പുഴയിലേക്ക് ഇറങ്ങുകയാണ്. ഈ പരിശോധനയുടെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് നോക്കാം. നേവിയുടെയും NDRFന്റെയും ടീമാണ്. 18-അംഗ നാവിക സംഘം ഇപ്പോൾ പുഴയിലുണ്ട്. അത് വിവിധ ബോട്ടുകളിലായി അവരിപ്പോൾ പുഴയിലുണ്ട്. ആ പുഴയിലുള്ള സംഘത്തിന്റെ, അതായത് ആ മണ്ണിനോട് ചേർന്ന ഭാഗത്ത് അർജുന്റെ ട്രക്ക് ഉണ്ടെന്ന് കരുതുന്ന ഭാഗത്തെ ഒന്നാമത്തെ പോയിന്റിലുള്ള ആളുകളെ നമുക്ക് കാണാം. ഇങ്ങനെയുള്ള 3 ടീമുകളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഈ 3 ടീമിലും കൂടി 18 പേരാണ് ഇപ്പോൾ പുഴയിൽ ഒരേ സമയം ഉള്ളത്. ബോട്ടുകൾ ഈ ട്രക്ക് കിടക്കുന്നു എന്ന് കരുതുന്ന ഇടത്തേക്ക് എത്തുകയാണ്. ആ ലോറി കിടക്കുന്ന ഭാഗത്തേക്ക് ഈ വാഹനങ്ങൾ, ഈ ബോട്ടുകളെല്ലാം നീക്കുകയാണ്. നേവിയുടെ പരിശോധന പുഴയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഷിരൂരിൽ നിന്നുള്ള പരിശോധനയുടെ വിവരങ്ങളാണ് ഇപ്പോൾ. 1, 2, 3 ബോട്ടുകൾ അവിടെയുണ്ട്. മഴ പെയ്യുമ്പോഴും ആ ബോട്ടുകൾ അവർ ഗംഗാവാലി നദിയിൽ തന്നെ തുടരുകയാണ്. NDRFന്റെ ടീം ഒപ്പം നേവിയുടെ ടീം അവർ ഗംഗാവാലി നദിയിലുണ്ട്. സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ട്രക്കുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു. അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്, രക്ഷാദൗത്യത്തിന്റെ 9ാം നാൾ അർജുൻ അടുത്തേക്ക് രക്ഷകരെത്തുകയാണ്. അർജുൻ അടുത്തേക്ക് രക്ഷകരെത്തുമ്പോൾ ആ രക്ഷകരുടെ കൈപിടിക്കാൻ അർജുൻ ഉണ്ടാകുമെന്ന അത്ഭുതം, അതാണ് നമ്മൾ കാത്തുകൊണ്ടിരിക്കുന്നത്. അർജുൻ ആ പുഴയ്ക്കരികെ അടിയിലാണ്. നമ്മൾ എല്ലാ നെഗറ്റീവ്സിനെയും മാറ്റിവെക്കുകയാണ്. നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുന്നു. ഈ നിമിഷവും നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കുന്നു. അർജുനെയും ഒപ്പം ആ ട്രക്കിനെയും പുഴയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ അർജുനെ നമുക്ക് രക്ഷിക്കാനായി ജീവന്റെ കണികയെങ്കിലും ബാക്കി ഉണ്ടാകണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം, നദിക്കടിയിലാണ്, ഇത്രയും വെള്ളത്തിനടിയിലാണ് ആ വാഹനം വീണ് കിടക്കുന്നത്. അതൊക്കെ അറിയാമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നതിനും അപ്പുറം ഒരു അത്ഭുതം സംഭവിക്കുമെന്നുള്ള ആത്മവിശ്വാസം നമ്മൾ കൈവിടുന്നില്ല. അർജുനെയും അർജുന്റെ ട്രക്കിനെയും കണ്ടെത്താൻ കഴിയുമെന്ന് ഈ 9ാം ദിവസവും നമ്മൾ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്.